അപ്പോൾ ആ അബൂ ഹുറൈറയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ധാരാളം ഹദീസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. കാരണം അദ്ദേഹം അഹ്ലു സുഫയിൽപ്പെട്ട ആളാണ്, മദീന പള്ളിയിൽ വന്ന് കൂടിയവരാണ്. അദ്ദേഹത്തിന് അന്ന് കുടുംബങ്ങളില്ല, വേറെ ഏർപ്പാടുകളില്ല. അതുകൊണ്ട് നബിൻ്റെ പള്ളിയിൽ വന്ന് ഫുൾ ടൈം നബിയുടെ കൂടെ കൂടുമായിരുന്നു. വേറെ പ്രത്യേകിച്ച് വേറെ ഷുഗലൊന്നുമില്ല. അവിടെ നബിൻ്റെ പള്ളിയിൽ അഹ്ലു സുഫ എന്ന് പറയുന്ന വിഭാഗം മദീന പള്ളിയിലുണ്ടായിരുന്നു. അഹ്ലു സുഫ, സുഫയുടെ ആളുകൾ. സുഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ പള്ളിൻ്റെ ചെരുണ്ടല്ലോ, ചെരു, അതിനാണ് ശരിക്കും സുഫ എന്ന് പറയുക. അഹ്ലു സുഫ, വീടൊന്നുമില്ലാത്ത, ഇസ്ലാം സ്വീകരിച്ച പെരിന്ന് പുറത്താക്കി പോകുന്ന ആളുകൾ, അന്യ നാട്ടിൽ നിന്നൊക്കെ അവിടെ നിന്ന് കൂടിയ ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെയാണ് അന്ന് നബിൻ്റെ പള്ളി വന്ന് കൂടും. ആരെങ്കിലുമൊക്കെ വല്ലതും തിന്നാൻ കൊടുത്താൽ അത് തിന്നും. ഇല്ലേ വല്ല ജോലിയും കിട്ടിയാൽ പിന്നെ ജോലി ചെയ്തിട്ട് തിരിച്ചു പോരും. ഇനി അതല്ല ആരെങ്കിലും വീട്ടിൽ ക്ഷണിക്കുകയാണെങ്കിൽ ഓരോ കൂടെ പോകും. നബിക്ക് ആര്യം വല്ല ഹദിയും കൊടുക്കുകയാണെങ്കിൽ നബികൾക്കൊക്കെ അത് ഓഹരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു വഴിയുമില്ലാത്ത, സാമ്പത്തികമായിട്ടും ഒന്നുമില്ല, കുടുംബങ്ങളുമില്ല, ആരുമില്ലാതെ നബിയുടെ പള്ളി തന്നെ കൂടിയ ആളുകൾ, അവർക്കാണ് അഹ്ലു സുഫ എന്ന് പറയുക. അതിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. എന്നും ഒരേ ആളുകളാവണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ആരെങ്കിലും വന്ന് ഒരു കല്യാണം കഴിച്ചു കൊടുക്കും. ഏതെങ്കിലും ഒരാൾ എൻ്റെ മോളെ കെട്ടിക്കോട്ടെ, അപ്പോൾ മോളെ കെട്ടിച്ചു കൊടുക്കും. അപ്പോൾ സ്വാഭാവികം അതൊരു അഡ്രസ്സായല്ലോ. അപ്പം പിന്നെ അവർ കുടുംബമായി അവരവിടെ ഒരു വീടൊക്കെ സംഘടിപ്പിച്ച് അവരങ്ങനെ ഇതായി പോകും. അപ്പം ഇതിന് എണ്ണം ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട് അഹ്ലു സുഫയുടെ എണ്ണം. അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ. അപ്പം ഏത് സമയത്ത് നബിൻ്റെ പള്ളിക്ക് ഉണ്ടാവും. അപ്പം നബിക്ക് എപ്പോൾ വഹി കിട്ടിയാലും ആ വഹി കേൾക്കാൻ അവരവിടെ ഉണ്ടാകും. മറ്റു പലരും ജോലിക്ക് പോകും, ഇവര് ജോലിക്ക് പോകില്ല. അബൂ ഹുറൈറ പറയുന്നുണ്ട്, എല്ലാവരും പറയും അബൂ ഹുറൈറയ്ക്ക് എല്ലാ ദിവസവും കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അതിന് കാരണം എൻ്റെ സഹോദരന്മാർക്ക് പതുക്കെ ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ല. അതുകൊണ്ട് എപ്പോഴും പള്ളിയിലുണ്ട്. നബി എപ്പോൾ എന്തു പറഞ്ഞാലും അതൊക്കെ കേൾക്കവരുണ്ടാകും. നബിയുടെ ഏത് ദർശനം പങ്കെടുക്കാൻ അവരുണ്ടാകും. നബി എപ്പോൾ എന്ത് ഉത്ബോധിപ്പിച്ചാലും ആ ഉത്ബോധനം കേൾക്കുന്ന ശ്രോതാക്കളിൽ അദ്ദേഹം ഉണ്ടാകും. അതുകൊണ്ട് നബിയുടെ ധാരാളം ഹദീസ് കേൾക്കാൻ അവർക്ക് അവസരമുണ്ടായി. ഒന്നത്. മറ്റൊന്ന് നബിയുടെ ദുആവും. അദ്ദേഹം ചില ഹദീസൊക്കെ ഞാൻ കേൾക്കുമ്പോൾ അത് അത്രയും കണ്ട് മെമ്മറി നിൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് നബിനെ ഒറ്റ കിട്ടിയപ്പോൾ അദ്ദേഹം നബിയോട് പരാതി പറഞ്ഞു, നബി എനിക്ക് ഒരു മെമ്മറി ലേശം കുറവുണ്ട്, ഓർമ്മശക്തി കുറച്ച് കമ്മിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. നബി ഞങ്ങളുടെ മുഴുവത്തായിക്കൊണ്ട് നബിയുടെ മുണ്ട് നബിയുടെ വിരിക്കുകയും അതിന് അദ്ദേഹത്തോട് മാറോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന് ശേഷം പിന്നെ നബിയിൽ നിന്ന് കേട്ട ഒരൊറ്റ ഹദീസും ഞാൻ മറന്നു പോയിട്ടില്ല എന്ന് അദ്ദേഹം പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം ആ നിലയ്ക്കുള്ളൊരു സുരക്ഷ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി. അതോടൊപ്പം ഈ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമായി വരികയും ചെയ്തു. അത് പിന്നെ നബിയുടെ ശേഷം ലഭിച്ചിരുന്നു. അതുകൊണ്ട് സ്വഹാബിമാരൊക്കെ ആദരിച്ചിരുന്നു. സ്വഹാബിമാരൊക്കെ സുദീഖ് അടക്കമുള്ളവരൊക്കെ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിലേക്ക് പലപ്പോഴും ഒരു ആശ്രയമായി കാണുകയും ചെയ്തു. ഒരു സംശയം വന്നാൽ അദ്ദേഹത്തോട് പോയി ചോദിക്കും. ഒരു ഹദീസിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും. പ്രഗത്ഭരായ സ്വഹാബിമാർ പോലും അദ്ദേഹത്തെയായിരുന്നു പലപ്പോഴും ഒരു അവലംബമായി കണ്ടിരുന്നത്. അതുകൊണ്ടാണ് റിപ്പോർട്ട് വന്നത്. എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും അദ്ദേഹം കൊടുക്കാതെ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആ പ്രശ്നത്തോടെ അവസാനിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും അധികം റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇമാം ബുഖാരി, മുസ്ലിം തന്നെ അബൂ ഹുറൈറയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്.